ഗ്രീക്കുകാർ മഹാരക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്ന, മറ്റു പലരും മാടമ്പി രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്ന, നമ്മുടെ കേരളക്കരയിൽ എല്ലാ പള്ളികളിലും തന്നെ തിരുനാൾ ആഘോഷിക്കുന്ന, പ്രത്യേകിച്ച് ഇടപ്പള്ളി, എടത്തുവ, അരുവിത്തുറ, അങ്കമാലി എന്നിവിടങ്ങളിലെല്ലാം വളരെ കാര്യമായി തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ഗീവർഗീസിനെ കുറിച്ച് കേൾക്കാത്ത ആരും തന്നെയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആഴമായ രക്തസാക്ഷിത്വ ജീവിതത്തിനെ കുറിച്ച് നമ്മളൊരു പക്ഷേ ആഴത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് അത്ഭുത പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും നമുക്ക് കേട്ട് പരിചിതമായിട്ട് ഇരിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് പശ്ചിമ ഏഷ്യയിലെ, അന്ന് കപ്പുദേച്ചോ എന്ന് അറിയപ്പെടുന്ന ഒരു കൊച്ച് രാജ്യത്തിലെ, അവിടുത്തെ ഒരു പ്രഭുവിൻ്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് പരമ്പരാഗത വിശ്വാസം നമ്മളോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ ലിഡ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു പ്രഭി ആയിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് പിതാവ് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം ഒരു സൈന്യാധിപനായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്ന് ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി വീട്ടിൽ ഒരു തൂവാല ഇരിപ്പുണ്ടായിരുന്നു. ഈ തൂവാല എടുത്തുകൊണ്ട് അമ്മ കൂടെ കൂടെ മകനോട് പറയുമായിരുന്നു അത്രേ, മകനെ, നിന്റെ പിതാവ് നീതിക്ക് വേണ്ടി ധീരമായി പോരാടി മരിച്ചതുപോലെ നീയും നീതിക്ക് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും ജീവിക്കണമെന്ന് നിരന്തരം അവനോട് പറയുമായിരുന്നു എന്ന് ഈ ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചത് നീതിപൂർവമായി ഏതോ ആവശ്യത്തിനോ അല്ലെങ്കിൽ വിശ്വാസത്തിനു വേണ്ടി ആയിരിക്കണം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ഈ നിരന്തരമായിട്ടുള്ള പ്രചോദനം അവനിൽ വലിയ ഒരു കൃപയും വിശ്വാസവും വളർത്തി. പ്രഭിയായ അമ്മ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തോടുകൂടി മകനെ കൊണ്ട് തൻ്റെ നാടായ ലിഡിയായിലേക്ക് പോകുകയും അവിടെ മകനെ വിശ്വാസത്തിലും തീഷ്ണതയിലും വളർത്തുകയും ചെയ്തു. അവൻ തികഞ്ഞ വിദ്യാഭ്യാസം നിറഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് ഉയർന്നു വന്നത്. അന്നത്തെ ഏതൊരു മാടമ്പിയും അല്ലെങ്കിൽ പ്രഭുകുമാരനും വളർന്നു വരുന്ന പോലെ അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടുകയും അതേസമയം തന്നെ അമ്മയുടെ നിരന്തരമായ സംരക്ഷണത്തിൽ അവൻ വിശ്വാസത്തിലും തീഷ്ണതയിലും വളർന്നു വന്നു. അടിയുറച്ച കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വന്ന ഒരു യുവാവ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ഏതൊരു പ്രഭുകുമാരൻ്റെയും സ്വപ്നമായ സൈന്യത്തിൽ ചേർന്ന് സേവനം ചെയ്യുവാനുള്ള ആഗ്രഹത്താൽ പ്രചോദിതനായി അവൻ റോമ സൈന്യത്തിൽ പ്രവേശിച്ചു. വളരെയേറെ യുദ്ധ നൈപുണ്യമറിയാവുന്ന, വളരെയേറെ കഴിവുകളുള്ള ഒരു യുവാവ്. ആ കാലത്ത് ക്രിസ്ത്യാനികൾ പട്ടാളത്തിൽ ചേരുന്നത് പതിവായിരുന്നു. കാരണം തങ്ങളുടെ സഹോദരന്മാർ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ഈ മേഖലകളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ പലപ്പോഴും പീഡനമുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിൽ മുന്നറിയിപ്പ് കൊടുക്കുവാനും അവരെ രക്ഷിക്കുവാനും പട്ടാളത്തിൽ ചേർന്ന നീണ്ട ഈ കാലഘട്ടത്തിൽ യുവാക്കന്മാർക്ക് സാധിക്കുമായിരുന്നു. ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് സേവനം ചെയ്തു. അങ്ങനെ സേവനം ചെയ്ത് ആ കാലത്തെ രാജാവിൻ്റെ, ചക്രവർത്തിയുടെ പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു. ആ കാലത്തെ ചരിത്രമൊന്ന് അല്പം അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് വിശുദ്ധ ഗീവർഗീസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം മുതൽ ക്രിസ്ത്യാനികൾ രാഷ്ട്രത്തിന് ശത്രുക്കളായി കണക്കാക്കപ്പെട്ടിരുന്നു. ദുഷ്ടനായ നീറോ ചക്രവർത്തിയെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ക്രിസ്ത്യാനികളെ മൃഗങ്ങളുടെ തോലുകൾ ധരിപ്പിച്ച് മറ്റ് കാട്ടുമൃഗങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിടുകയും അങ്ങനെ ഈ മൃഗങ്ങളെ കൊണ്ട് ദ്രോഹിപ്പിക്കുകയും അവരുടെ മേൽ പഴം തുണികൾ ചുറ്റി അവയിൽ എണ്ണയൊഴിച്ച് കത്തുന്ന പന്തങ്ങളായി, ജീവിക്കുന്ന പന്തങ്ങളായി അവരെ മാറ്റുകയും ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ.
അത് നീറോ ചക്രവർത്തിക്ക് ശേഷം പിന്നീട് വന്ന രാജാക്കന്മാരും തുടർന്നു കൊണ്ടുവന്നിരുന്ന കാലഘട്ടം. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം മുതൽ 10 രാജാക്കന്മാരാണ് ഈ പീഡനം തുടർന്നു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മതപീഡന ദശകം എന്നാണ് ഈ കാലഘട്ടം. 10 രാജാക്കന്മാർ നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ഈ കാലഘട്ടത്തെ മതപീഡക ദശകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് വിശുദ്ധ ഗീവർഗീസും വളർന്നു വന്നത്. വിശുദ്ധ പോളിക്കാർപ്പിനെ കുറിച്ചെല്ലാം ആ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി തിളയ്ക്കുന്ന എണ്ണ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇതാ ഈ എണ്ണയുടെ ചൂട് ഇപ്പോൾ മാറുമെന്നാൽ നിങ്ങൾക്കായി നിത്യമായിട്ടുള്ളൊരു തീച്ചൂള കർത്താവ് ഒരുക്കിയിട്ടുണ്ട് എന്നരുളി ചെയ്യുകയും, അങ്ങനെ ധീരതയോടെ താൻ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്ത വിശുദ്ധന്മാരുടെ നീണ്ട പട്ടികയുണ്ടായിരുന്നൊരു കാലഘട്ടം. അദ്ദേഹം ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുന്നത്. പട്ടാളത്തിൽ ചേർന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം ക്രിസ്ത്യാനിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സൈന്യത്തിലേക്ക് എടുക്കുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ വളരെയേറെ പീഡനങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ഓരോ സമയത്തും രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ചക്രവർത്തിക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനം മുറുക്കുകയും അങ്ങനെ മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പട്ടാളത്തിൽ ചേർന്ന അദ്ദേഹം വളരെ വിശ്വസ്തനായതുകൊണ്ടാൽ അദ്ദേഹത്തെ രാജാവിൻ്റെ അംഗരക്ഷകനായി മാറ്റി. അതിൽ നിന്നും ട്രിബ്യൂണൽ എന്ന സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തി. ട്രിബ്യൂണൽ എന്നാൽ രാജാവിൻ്റെ കാര്യങ്ങളിലെല്ലാം, രാജകീയ കാര്യങ്ങളിലെല്ലാം ഒരു പരിധിവരെ നിശ്ചയിക്കാൻ കഴിവുള്ളൊരു സമൂഹം. അതിൽ നിന്ന് വീണ്ടും അദ്ദേഹം രാജ്യകാര്യങ്ങൾ കൂടിയാലോചിക്കാനുള്ള സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ലോകത്തിലെമ്പാടും സഞ്ചരിച്ചതായി, അതായത് റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള രാജ്യങ്ങളിലെല്ലാം സന്ദർശിച്ചതായി പറയപ്പെടുന്നുണ്ട്. അങ്ങനെ സന്ദർശനത്തിൻ്റെ ഒരു വേളയിലാണ് ലിബിയ എന്ന് പറയുന്ന പ്രദേശത്തു കൂടി കടന്നു പോകാനിടയായത്. അവിടെ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. കാരണം അന്വേഷിച്ചപ്പോൾ അവിടെ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒരു ഭീകരമായിട്ടുള്ള സത്വം പ്രത്യക്ഷപ്പെട്ടുവെന്നും അത് മനുഷ്യരെ ഞെരിച്ചു കൊല്ലുകയും മൃഗങ്ങളെ വിഴുങ്ങുകയും ചെയ്യുന്നൊരു ഭീകര സത്വമാണെന്നും, പിന്നീട് ആളുകൾ കൂടി അതിനെ ആലോചിച്ച് പ്രശ്നം വയ്ക്കുന്നവരെല്ലാം ആ കാലഘട്ടത്തിലും അവരുടെ മതങ്ങളിലുണ്ടായിരുന്നു. അങ്ങനെ അവരുടെയെല്ലാം തീരുമാനമനുസരിച്ച് ഇതൊരു പിശാച് രൂപം ധരിച്ച് വന്ന ഒരു സത്വമാണെന്നും, അതിനെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ നാട് നശിപ്പിക്കുമെന്നും അവർ അരുളി ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഇതിനെ സന്തോഷിപ്പിക്കാൻ എല്ലാ മാസവും ഒരു പെൺകുട്ടിയെയും ഒരു മുട്ടനാടിനെയും അതിന് കൊടുക്കണം. അതാണ് ഇതിനെ സന്തോഷിപ്പിക്കാൻ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന പോംവഴി. അങ്ങനെ ഈ മാസത്തിൽ കുറിയെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ പെൺകുട്ടിക്കാണ്. ആ പെൺകുട്ടി രാജാവിൻ്റെ മകളുമാണ്. അങ്ങനെ അവൾ ഈ സത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, വേദനയോടെ, കരച്ചിലോടെ. അവൾ അയാളോട് പറഞ്ഞു, വിശുദ്ധനോട് പറഞ്ഞു, എത്രയും വേഗം ഇവിടെ നിന്ന് പോയിക്കൊള്ളുക. ആ സത്വം വന്നാൽ നിങ്ങളെയും അത് ഉപദ്രവിക്കും. എന്നാൽ ധീരനായി അദ്ദേഹം അവിടെ തന്നെ നിലകൊണ്ടു. അപ്പോഴേക്കും ഈ സത്വം അവിടെ എത്തി. അദ്ദേഹം ധീരതയോടെ, അശ്വരൂഢനായ വിശുദ്ധൻ ധീരതയോടെ അതിനെ നേരിട്ടു. തൻ്റെ കയ്യിലിരിക്കുന്ന കുന്തം കൊണ്ട് ആ സത്വത്തിൻ്റെ വായിലേക്ക് കുത്തിയിറക്കി. ദേഷ്യം വന്ന സത്വം കുതിരയെ വിഴുങ്ങുവാൻ വേണ്ടി കുതിരയുടെ കാലിൽ ചുറ്റി അതിനെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും തൻ്റെ വാളുപയോഗിച്ച് അതിനെ വെട്ടി അതിനെ കൊലപ്പെടുത്തി. എന്നിട്ട് ആ പെൺകുട്ടിയെയും കൊണ്ട് രാജാവിൻ്റെ സന്നിധിയിലെത്തി. രാജാവ് വളരെയേറെ പ്രീതനാകുകയും മറ്റൊന്നും നൽകാനില്ലാത്ത വിധം എന്തു വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൊള്ളൂ, മാത്രമല്ല തൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം അതൊന്നും വേണ്ട എന്ന് പറയുകയും അതിന് പകരമായി അവർ തൻ്റെ ഏറ്റവും വലിയ സഹായകനായ ക്രിസ്തുവിൻ്റെ വിശ്വാസം സ്വീകരിക്കണം, തൻ്റെ ശക്തിയായ ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു.
അങ്ങനെ രാജാവും ആ രാജ്യത്തുള്ളവരും ക്രിസ്തുമത വിശ്വാസം സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഔദ്യോഗികമായിട്ട് സഭ പറയുന്ന കാര്യങ്ങളല്ലെങ്കിലും ഏതോ പൈശാചിക ശക്തികളിൽ നിന്നും സഭയെ മനുഷ്യരെ രക്ഷിക്കുവാൻ വിശുദ്ധ വിശുദ്ധ ഗീവർഗീസിന് സാധിക്കുമായിരുന്നു. ആ പ്രതീകത്തിന് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു സംഭവമായിട്ടൊക്കെ പറയുന്നവരുണ്ട്. എന്നിരുന്നാലും ഈ പൈശാചിക ശക്തികൾക്കെതിരെ പോരാടുവാൻ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ ശക്തി വളരെ അനുഗ്രഹദായകമാണ് എന്ന് പറയുന്നതിന് ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് കുറച്ചുകൂടി പൊലിപ്പിച്ച ഒരു സംഭവമായിരിക്കണം ഇത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ആഫ്രിക്കയിലെ അർമേനിയ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം കടന്നു ചെല്ലുകയും അവിടെ ജനങ്ങൾക്ക് വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനുള്ള പ്രേരണ നൽകുകയും ചെയ്തു. അവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തിനെ ഇന്നും ജോർജിയൻ സമൂഹം എന്നറിയപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് രാഷ്ട്രത്തിലേക്ക് തിരിച്ചു വന്ന തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വന്ന കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. രാജ്യത്തിലേക്ക് തിരിച്ചു വന്ന ആ സമയമായപ്പോഴേക്കും മറ്റുള്ളവരുടെ നിർദ്ദേശമനുസരിച്ച് ചക്രവർത്തി കത്തോലിക്ക വിശ്വാസത്തിന് എതിരെ കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി. അതിന് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് കൂടിയാലോചന സംഘത്തിൻ്റെ മുൻപിൽ വരണം. കൂടിയാലോചന സംഘത്തിൻ്റെ രാജാവ് പറഞ്ഞാൽ മറുവാക്കില്ലല്ലോ. അവരുടെ മുന്നിൽ വെച്ച് രാജാവ് കൽപ്പിച്ചു, ഈ ജനത, ക്രൈസ്തവ ജനത രാഷ്ട്രത്തിനെതിരാണ്. അതിനാൽ അവരെ ഇല്ലാതെയാക്കുന്നതിനുള്ള പ്രമേയം പാസ്സാക്കണം. ഒരക്ഷരം പോലും മറ്റുള്ളവർ പ്രതികരിച്ചില്ല. എന്ന് മാത്രമല്ല, പലരും അദ്ദേഹത്തിൻ്റെ ഈ കൽപ്പനയെ വളരെ കാര്യമായി പ്രശംസിക്കുകയും ചെയ്തു. എന്നാൽ വേറിട്ടുള്ളൊരു ശബ്ദം വിശുദ്ധ ഗീവർഗീസിൽ നിന്നുയർന്നു. അദ്ദേഹം പറഞ്ഞു, പ്രഭു, ക്രിസ്ത്യാനികൾ അങ്ങ് വിശ്വസിക്കുന്നത് പോലെ വിചാരിക്കുന്നത് പോലെ രാഷ്ട്രത്തിൻ്റെ എതിരാളികളല്ല. അവർ രാഷ്ട്രത്തിനെ എന്നും ബഹുമാനിക്കുന്നവരാണ്. അവരുടെ നിത്യമായ രാജ്യം സ്വർഗത്തിലാണെങ്കിലും ഭൂമിയിൽ അവർ ഏത് രാജ്യത്താണോ അവർ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അനുസരിച്ച് എല്ലാ അധികാരങ്ങളും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് അങ്ങയുടെ അധികാരത്തെ മാനിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും അവർക്ക് യാതൊരു തടസ്സങ്ങളുമില്ല എന്ന് അദ്ദേഹം ശക്തിയുക്തം പറഞ്ഞു. എങ്കിലും രാജാവിനത് സ്വീകാര്യമായില്ല. എന്നാൽ ഒരു വലിയ സമൂഹത്തിൽ വെച്ച് അദ്ദേഹം അതിന് എതിരെയൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും പിന്നീട് ഈ വിശുദ്ധ ജോർജിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പല ആളുകളെയും വിടുകയും അദ്ദേഹത്തെ ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. രാജാവ് തന്നെ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇപ്പോൾ താങ്കൾ ഈ കൂടിയാലോചന സമിതിയിലെ ഒരാൾ മാത്രമാണ്. അതായത് മന്ത്രിസഭാ സമൂഹത്തിലെ ഒരു മന്ത്രിയെ പോലെ താങ്കളെ ഞാൻ പ്രധാനപ്പെട്ട ആളാക്കി മാറ്റാം. താങ്കൾ ഈ വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് രാജാവ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കുവാനോ ക്രിസ്തുവിനെ തള്ളിപ്പറയുവാനോ അദ്ദേഹം തയ്യാറായില്ല. താൻ വിശ്വസിക്കുന്ന ക്രിസ്തു തൻ്റെ ആവശ്യങ്ങളിൽ എപ്പോഴും കൂടെ നിൽക്കുന്ന, പതികരോട് കാരുണ്യം കാണിക്കുന്ന നീതിമാനായ ദൈവമാണ്. പിന്നെ എന്തിനാണ് ഞാൻ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. അങ്ങനെ വളരെയേറെ ദേഷ്യം വന്ന രാജാവ് ഈ വിശുദ്ധ ഗീവർഗീസിനെ അദ്ദേഹത്തിന് ജയിലിൽ അടയ്ക്കാൻ കൽപ്പിച്ചു. ജയിലിലായിരുന്ന ഗീവർഗീസിനെ കുറിച്ച് ഒത്തിരിയേറെ ചരിത്രങ്ങളുണ്ട്. ജയിലിലായിരുന്ന അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇരുട്ടുമുറിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം അതിൽ പ്രവേശിച്ച് പരസ്പരം കാണാൻ, പുറത്തുള്ളവർക്ക് പോലും കാണാൻ പറ്റാത്ത ഇരുൾ നിറഞ്ഞൊരു മുറി, അവിടെ അദ്ദേഹം പ്രവേശിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയ പ്രകാശം അവിടെ ഉണ്ടായി. കാവൽക്കാരെല്ലാം അത്ഭുതപ്പെട്ടു നോക്കുമ്പോൾ ഏതോ അദൃശ്യമായിട്ടുള്ളൊരു ശക്തിയാൽ ഒരു പ്രകാശരൂപമായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതും അവർ സംസാരിക്കുന്നതെല്ലാം അവർ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നീട് ഈ കാവൽക്കാരെല്ലാം ക്രിസ്ത്യാനികളായി മാറുന്നുണ്ട്. അത്രയേറെ വലിയ സാക്ഷ്യമായിരുന്നു. ഈ ശക്തി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾ ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, താങ്കൾക്ക് പുറത്തേക്ക് പോകാം എന്ന് പറയുന്നത് മൂലം അദ്ദേഹം ജയിലിൽ നിന്ന് വിമോചിതനായി. ജയിലിൽ നിന്ന്
അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തെ വിസ്തരിക്കാനായി കൊണ്ടുപോകാനായി ആളുകളെ അയച്ചു രാജാവ്. പക്ഷേ ആ തടവറ ശൂന്യമായിരുന്നു. കുപിതനായ രാജാവ് കാവൽക്കാരെ പലരെയും കൊന്നുകളയുന്നുണ്ട്. അപ്പോഴേക്കും കാവൽഭടന്മാരും കുടുംബങ്ങളും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ പുറത്തേക്കിറങ്ങിയ അദ്ദേഹം ജനങ്ങൾക്ക് ആ കാലത്ത് വളരെയേറെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ശക്തമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പിന്തുണയേറി അവർക്ക് അദ്ദേഹം ശക്തി പ്രദാനം ചെയ്യുന്ന ഒരു ചാലകമായി തന്നെ മാറി. എന്നാൽ താമസിക്കാതെ അദ്ദേഹം വീണ്ടും ജയിലിലാക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് ദർശനമുണ്ടാകുകയും അതനുസരിച്ച് ജയിലിലാക്കുകയും ചെയ്തു. ഈ ജയിലിലായി അദ്ദേഹത്തെ സ്വാധീനിക്കാനായി ഒരു മന്ത്രവാദി അയക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ റോമിലെ മന്ത്രവാദി. ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നുകളയണം, അല്ലെങ്കിൽ മന്ത്രവാദ വിദ്യകൾ കൊണ്ട് കൺകെട്ട് കാണിച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ മാറ്റിയെടുക്കണം. എന്നാൽ ഒരു മന്ത്രവാദവും ഈ വിശുദ്ധൻ്റെ മുന്നിൽ ചെലവായില്ല. തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ ഈ പരാജയം മന്ത്രവാദിയുടെ മനസ്സിനെ മാറ്റിക്കളയുകയും അയാൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. രാജാവ് വീണ്ടും ഇളഭ്യനായി മാറുന്നത് നമ്മൾ കാണുന്നു. വീണ്ടും അദ്ദേഹത്തിനെ ജയിലിലടക്കുകയും ക്രൂരമായിട്ടുള്ള പീഡകൾ, ഇരുമ്പാണികൾ കൊണ്ടുള്ള ചീപ്പ്, ഇതൊക്കെയാണ് പീഡന യന്ത്രങ്ങൾ. അതെല്ലാം ഉപയോഗിച്ച് അദ്ദേഹത്തിന് പിച്ചി ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം വിശ്വാസം കൈവിടുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ദർശനമുണ്ടാകുകയും അദ്ദേഹം ഈ ജയിലിൽ വെച്ച് തന്നെ അനേകായിരങ്ങളുടെ വിശ്വാസത്തിന് കാരണമാകുമെന്ന് അരുളി ചെയ്തു. പിറ്റേ ദിവസം വീണ്ടും രാജാവ് അദ്ദേഹത്തെ വിളിക്കുകയും ഇനി വിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ, ദൈവത്തെ, റോമാ സാമ്രാജ്യത്തിൻ്റെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ അദ്ദേഹം ക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തപ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറായി. അത് കേട്ട് ക്രൈസ്തവ വിശ്വാസികളാകെ മനം തകർന്നുപോയി. അതേസമയം റോമാക്കാർ വളരെയേറെ സന്തോഷിച്ചു. ഈ വലിയ സംഭവത്തിലേക്ക് വിശ്വാസം ഉപേക്ഷിച്ച് അന്യദൈവത്തെ ആരാധിക്കുന്ന മഹത്തായ സംഭവം കാണാൻ ജനങ്ങൾ ഓടിക്കൂടി. അങ്ങനെ രാജാവും അവിടെ സന്നിഹിതനായി. ഒരു വലിയ റോമാദേവതയുടെ വലിയൊരു ബിംബം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കാനായി അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നു. രാജാവും പരിവാരങ്ങളും വലിയൊരു സമൂഹങ്ങളും സാക്ഷിയായി നിൽക്കുകയാണ്. അപ്പോൾ ഗീവർഗീസ് ഈ പ്രതിമയുടെ മുന്നിൽ ഒരു കുരിശ് വരച്ചിട്ട്, നീ സത്യദൈവമാണെങ്കിൽ, നീ ആരാധനയ്ക്ക് അർഹനാണെങ്കിൽ എന്നോട് പറയുക എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ പ്രതിമകൾ കഷ്ണം കഷ്ണമായി അത് തകർന്നു വീണു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടുകൂടി ജനം ഒന്നടങ്കം അത്ഭുതപ്പെട്ടു പോയി. പലരും തങ്ങളുടെ പഴയ വിശ്വാസം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. രാജാവ് വീണ്ടും ഇളഭ്യനായി. അദ്ദേഹത്തെ ഒരു ദിവസം അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ താമസിപ്പിച്ച ആ ദിവസം അദ്ദേഹം രാജാവിൻ്റെ ഭാര്യയോടും മകളോടും സംസാരിക്കാനിടയായി. അവരും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. പിന്നീട് തൻ്റെ ഭാര്യയുടെയും മകളുടെയും ജീവിതത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ രാജാവ് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊരു സംശയമായി, തൻ്റെ ഭാര്യയും മകളും തൻ്റെ ആജ്ഞ ലംഘിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന് വംശപ്പെട്ടുവോ വിധേയപ്പെട്ടുവോ എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരെ രണ്ടുപേരെയും രാജസന്നിധിയിലേക്ക് വിളിച്ചു. ചോദിച്ചപ്പോൾ അവർ ധൈര്യസമേതം തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറയുകയും തന്മൂലം അവരുടെ ശിരച്ഛേദനം നടത്തുകയും ചെയ്തു. വീണ്ടും ക്രൂരമായിട്ടുള്ള പീഡകൾ നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ താൻ ഇന്നുവരെ അനുഭവിക്കാത്ത, കേട്ടിട്ട് പോലുമില്ലാത്ത ക്രൂരമായ പീഡനങ്ങളിലൂടെ വിശുദ്ധ ഗീവർഗീസിന് കടന്നു പോകേണ്ടി വന്നു. എന്നിരുന്നാലും താൻ വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കുകയോ വിശ്വാസത്തിനെതിരെ ഒരു വാക്കുരിയാടുകയോ ചെയ്യാതെ മറ്റുള്ള വിശ്വാസികൾക്ക് ധീരമായിട്ടുള്ള ഒരു മാതൃകയായി തീരാൻ നിരന്തരം അദ്ദേഹം പ്രയത്നിച്ചു. അദ്ദേഹത്തെ വധിക്കുവാൻ, അവസാനം അദ്ദേഹത്തിനെ ഇല്ലാതെയാക്കുവാൻ കൽപ്പന കടന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായി അദ്ദേഹത്തിന് 1 മണിക്കൂർ സമയം ചെലവഴിക്കാനുള്ള ഒരു അനുവാദം കിട്ടുന്നുണ്ട്. സുഹൃത്ത് അദ്ദേഹത്തിനെ അവസാന നിമിഷങ്ങളിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ധീരതയോടെ സുഹൃത്തിനെ ആശ്വസിപ്പിക്കുകയും
ഇത് ദൈവത്തിൻ്റെ ഗീതമാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് മരണമില്ല എന്ന് എന്ന തൻ്റെ വിശ്വാസം അറിയിച്ചുകൊണ്ട് ധീരതയോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തിനെ വധിക്കുവാനുള്ള ആജ്ഞ പുറപ്പെടുവിച്ച് ആ സമയമായി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഒരു മണവാളൻ എങ്ങനെയാണോ വിവാഹത്തിന് പോകുന്നത് അതുപോലെ അണിഞ്ഞൊരുങ്ങി സന്തോഷത്തോടെ കടന്നു വരുന്ന ഒരു യുവാവിൻ്റെ ചിത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ധീരതയോടെ ആരാച്ചാരെ സമീപിച്ചു. ആരാച്ചാരോട് അദ്ദേഹം അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രാർത്ഥനയ്ക്കുള്ള സമയം നൽകുകയും അദ്ദേഹം സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്വർഗീയ പിതാവേ, ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിച്ച എന്നെ സ്വർഗത്തിൽ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കണമേ എന്ന പ്രാർത്ഥനയെ അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹം നിർഭയം സന്തോഷത്തോടെ പുഞ്ചിരി തുളുകുന്ന മുഖത്തോടെ അദ്ദേഹം ഭടനോട് എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ഒറ്റ വെട്ടിന് ഈ വിശുദ്ധൻ്റെ തല ശിരസിൽ നിന്ന് വേർപെടുത്തി. വളരെയേറെ മരണത്തിന് ശേഷവും വളരെയേറെ അത്ഭുതങ്ങൾ കാണിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ജോർജ്. അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ സംരക്ഷക വിശുദ്ധനാണ്. ഇംഗ്ലണ്ടിൻ്റെ സംരക്ഷക വിശുദ്ധനായി മാറുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാം കുരിശ് യുദ്ധത്തിൽ ഏറെക്കുറെ ഇംഗ്ലണ്ടിൻ്റെ സൈന്യം തുർക്കികളോട് തോൽക്കുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ അശ്വരൂഢനായ ഒരു യുവാവ്, ബെൽറ്റിൽ കുരിശ് രൂപം ധരിച്ചൊരു യുവാവ്, അദ്ദേഹം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ഈ പടയാളികൾക്ക് അതൊരു പ്രചോദനമായി അദ്ദേഹം തന്നെ യുദ്ധം നയിക്കുകയും ചെയ്തു. അങ്ങനെ അത്ഭുതകരമായി യുദ്ധം വിജയിപ്പിക്കാനായിട്ടിടയായി. ആ കാലഘട്ടത്തിലെ രാജാവായ എഡ്വേർഡ് മൂന്നാമൻ അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ സംരക്ഷക വിശുദ്ധനായി അദ്ദേഹത്തിന് ഉയർത്തി. ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല, മുസ്ലിങ്ങളുടെ ഇടയിലും ഈ വിശുദ്ധനെക്കുറിച്ചുള്ള ധാരാളം ചിന്തകളുണ്ട് എന്ന് ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുന്നു. ധീരനായ ഒരു ജോർജിനെക്കുറിച്ച് മുസ്ലിങ്ങളുടെ പാരമ്പര്യങ്ങളിലും നമ്മൾ ഇതുപോലൊരു പാരമ്പര്യം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് വേണ്ടി തീഷ്ണതയോടെ രാജാവിൻ്റെ തൻ്റെ മുന്നിൽ നീട്ടിവെച്ച രാജാധികാരങ്ങളും മറ്റുമെല്ലാം വളരെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ദൈവീക രാജ്യത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു ധീരനായ ഈ പടയാളിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴോ ആ വിശുദ്ധൻ്റെ പേരിലുള്ള പള്ളികളിലേക്ക് കയറുമ്പോഴോ ഈ വിശുദ്ധനെ പോലെ വിശ്വാസത്തിന് വേണ്ടി പ്രതികൂല സാഹചര്യങ്ങളും വിശ്വാസത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെയും ധന്യരാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.